ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ പ്രകോപനമില്ലാത്ത ആക്രമണം പശ്ചിമേഷ്യയെ 1973 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രാദേശിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടെന്ന് മാത്രമല്ല, ആ ജൂതരാഷ്ട്രത്തെ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സുരക്ഷാ ദുരന്തത്തിലേക്കും കൊണ്ടെത്തിച്ചു. ചരിത്രപരമായി ഇസ്രായേൽ പല അറബ് മുസ്ലിം രാജ്യങ്ങളുടെയും സൈനിക കേന്ദ്രങ്ങളെയും അവരുടെ രഹസ്യാന്വേഷണ നേതാക്കളെയും ആക്രമിച്ച് അവരുടെ സർക്കാരുകളെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അവരുടെ ഈ പദ്ധതികളുടെ ഭാഗമായി ഇസ്രായേൽ എങ്ങനെയാണ് ഇന്ത്യയുടെ സഹായത്തോടെ ഒരിക്കൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്നും എന്തുകൊണ്ടാണ് ഇന്ത്യ അതിൽ നിന്ന് പിന്മാറിയതുമെന്നുമാണ് ഇന്നത്തെ നമ്മുടെ കേട്ടറിവ്. 1980കളുടെ തുടക്കത്തിൽ പാകിസ്ഥാന്റെ കഹൂദയിലെ പുതുതായി നിർമ്മിക്കുന്ന ആണവ നിലയത്തിൽ സംയുക്ത സൈനികാക്രമണം നടത്താൻ ഇസ്രായേൽ രഹസ്യമായി ഇന്ത്യയെ സമീപിച്ചതായി റിപ്പോർട്ടുണ്ട്. ഒരു ഇസ്ലാമിക ബോംബ് ഉയർന്നു വരുമെന്ന ഭയത്താൽ പ്രചോദിതമായിരുന്നു ഈ പദ്ധതി. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഏഡ്രിയൻ ലെവി, കാതറിൻ സ്കോട്ട് ക്ലാർക്ക് എന്നിവരുടെ ഡിസെപ്ഷൻ, പാകിസ്ഥാൻ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ദ ഗ്ലോബൽ ന്യൂക്ലിയർ വെപ്പൺസ് കോൺസ്പിറസി എന്ന പുസ്തകം ഉൾപ്പെടെയുള്ള അന്വേഷണാത്മക വിവരങ്ങൾ പറയുന്നത് ജാംനഗറിലെയും ഉദ്ധംപൂരിലെയും ഇന്ത്യൻ വ്യോമസേനാ താവളങ്ങളിൽ തങ്ങളുടെ F-16, F-15 ഫൈറ്റർ ജെറ്റുകൾ വിന്യസിക്കാൻ ഇസ്രായേൽ വാഗ്ദാനം ചെയ്തു എന്നാണ്. ഈ പദ്ധതിയിൽ ഇന്ത്യൻ ജാഗ്വാർ വിമാനങ്ങളിൽ നിന്നുള്ള അസിസ്റ്റൻസും ഇന്ധനം നിറയ്ക്കാനുള്ള സഹായവും പ്രവർത്തന പിന്തുണയും ഉൾപ്പെട്ടിരുന്നു. 1981 ഇറാഖിലെ ഒസറാത്ത് ആണവ റിയാക്ടറിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം പാകിസ്ഥാനെതിരെയും ആവർത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഒസറാത്ത് ആക്രമണത്തെക്കുറിച്ച് ഞങ്ങൾ മുൻപ് വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് സ്ക്രീനിൽ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. പല വിധത്തിലും ഒസറാത്ത് വ്യോമാക്രമണം ഇസ്രായേലിലെ സുരക്ഷാ നയത്തെ പതിറ്റാണ്ടുകളോളം രൂപപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. അന്നത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി മെനച്ചം ബെഗിൻ വാദിച്ചത് ഒരു അറബ് രാജ്യത്തെയും ആണവായുധങ്ങൾ നേടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നതായിരുന്നു. ഇത് പിന്നീട് ബെഗിൻ ഡോക്ട്രിൻ എന്ന പേരിൽ അറിയപ്പെട്ടു. 1981 ഇറാഖിനെതിരെ ഇസ്രായേൽ നടത്തിയ ആ സാഹസികമായ ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആ വീഡിയോ കണ്ടു നോക്കുക. അങ്ങനെ പാകിസ്ഥാനെതിരെ ഇസ്രായേൽ മെനഞ്ഞ പദ്ധതിക്ക് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തുടക്കത്തിൽ അനുമതി നൽകിയെങ്കിലും ഈ ആക്രമണ പദ്ധതി നടപ്പാക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ഈ ഓപ്പറേഷൻ ഇന്ത്യ താൽക്കാലികമായി വേണ്ടെന്ന് വയ്ക്കുകയും പിന്നീട് പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി ഈ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുകയുമായിരുന്നു. സൈനിക ഭരണാധികാരി സിയാഉൽ ഹക്കിൻ്റെ കീഴിൽ പാകിസ്ഥാൻ്റെ ആണവശേഷിക്കുള്ള അതിവേഗ വളർച്ചയെക്കുറിച്ച് ഇസ്രായേലിന് വളരെ കാലമായി ആശങ്കയുണ്ടായിരുന്നു. 1979 ഇസ്രായേൽ പ്രധാനമന്ത്രി മെനച്ചം ബെഗിൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറിനോട് പാകിസ്ഥാനിൽ നിന്ന് ലിബിയയിലേക്ക് ആണവ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. AQ ഖാൻ്റെ വ്യാപന ശൃംഖല വെളിപ്പെട്ടതോടെ ഈ സംശയം സത്യമാണെന്ന് തെളിയുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നുവെങ്കിലും ഇന്ത്യ മടിച്ചത്? 1980കളുടെ തുടക്കത്തിൽ ഇന്ത്യ നിരവധി ആഭ്യന്തരവും അല്ലാതെയുമുള്ള പ്രക്ഷോഭങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ പഞ്ചാബിലെ കലാപം, JKLF സ്ഥാപകൻ മക്ബൂൽ ഭട്ടിൻ്റെ വധശിക്ഷയെ തുടർന്ന് കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ, സിയാച്ചിൻ ഗ്ലേഷ്യറിനുമേൽ പാകിസ്ഥാനുമായുള്ള സൈനിക ഏറ്റുമുട്ടൽ, ഇതിനൊക്കെ പുറമെ അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് വിരുദ്ധ ശ്രമങ്ങളിൽ പാകിസ്ഥാന്റെ പങ്കാളിത്തം കാരണം അമേരിക്കൻ പ്രസിഡന്റ് റീഗന്റെ ഭരണകൂടവുമായി പാകിസ്ഥാന് ശക്തമായ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇസ്രായേലുമായി സഹകരിച്ചാൽ അമേരിക്കൻ തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ഇന്ത്യ ഭയന്നു. പ്രത്യേകിച്ചും 1982 വാഷിംഗ്ടൺ ഇസ്ലാമാബാദിന് F-16 യുദ്ധവിമാനങ്ങൾ നൽകി തുടങ്ങുകയും കൂടി ചെയ്തതോടെ ഇന്ത്യ അത് പിന്നോട്ട് വലിച്ചു. ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഈ പദ്ധതിയെക്കുറിച്ച് CIA പാകിസ്ഥാന് രഹസ്യ വിവരം നൽകിയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അമേരിക്കൻ സഹായത്തോടെ പാകിസ്ഥാൻ തിരികെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതി തയ്യാറാക്കിയെന്നുമാണ്. ആക്രമിക്കുന്നത് ഇസ്രായേൽ ആണെങ്കിലും അതിന് കൂട്ടുനിന്നാൽ ഇസ്രായേലിനേക്കാൾ പാകിസ്ഥാനോട് വളരെ അടുത്തിരിക്കുന്ന ഇന്ത്യക്ക് തിരിച്ചടിയുടെ പ്രധാന ഭാരം വഹിക്കേണ്ടി വരുമായിരുന്നു. ഒടുവിൽ 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തിനും 1988 സിയാഉൽ ഹക്കിൻ്റെ മരണത്തിന് ശേഷം ഈ സംയുക്ത ഓപ്പറേഷൻ നിശബ്ദമായി മാറ്റിവയ്ക്കപ്പെട്ടു. അപ്പോഴേക്കും പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധ പരിപാടിയിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കുകയും ഇന്ത്യയും സ്വന്തം ആണവായുധവൽക്കരണ ശ്രമങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 1988 ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ആണവ നിലയങ്ങളെ ആക്രമിക്കില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു സുപ്രധാന കരാറിൽ ഒപ്പിട്ടു. അതിനുശേഷം എല്ലാ വർഷവും ജനുവരി 1 തങ്ങളുടെ ആണവ നിലയങ്ങളുടെ പട്ടിക ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം കൈമാറുന്ന പാരമ്പര്യം നിലവിൽ വരികയും അതിപ്പോഴും തുടരുകയും ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി കേട്ടറിവ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.